നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കൊക്കോപീറ്റ് അഥവാ ചകിരിച്ചോറിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ കൊക്കോപീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് കഴുകി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതിനെയൊക്കെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് കൊക്കോപീറ്റ് എന്ന് നോക്കാം. കൊക്കോപീറ്റ് വേറൊന്നുമല്ല, ചകിരിച്ചോറ്, കുറച്ച് പഴകിയ ചകിരിച്ചോറ് പാക്കറ്റിലാക്കി വെക്കുന്നതിനാണ് കൊക്കോപീറ്റ് എന്ന് പറയുന്നത്. അത് കൊക്കോപീറ്റിൻ്റെ ബ്രിക്സ് ആയിട്ടും കിട്ടും, ലൂസായിട്ടും കിട്ടും. ബ്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൊക്കോപീറ്റിനെ നല്ല കോമ്പാക്റ്റാക്കി കട്ടയുടെ രൂപത്തിലാക്കിയിട്ട് വിപണിയിൽ ലഭ്യമാക്കുന്നതാണ് കൊക്കോപീറ്റിൻ്റെ ബ്രിക്സ് എന്ന് പറയുന്നത്. ഈ അതിൽ ബ്ലോക്സ്, ഈ ബ്ലോക്കുകൾ നമ്മൾ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളം വലിച്ചെടുത്തിട്ട് വീർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചകിരിച്ചോറ് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേസമയം അങ്ങനെ തന്നെ, അതായത് കൊക്കോപീറ്റ് ഉപയോഗിക്കാൻ കണക്കിന് ഉള്ള രൂപത്തിൽ തന്നെ അവൈലബിളുമാണ്. ഓൺലൈനായിട്ട് കിട്ടും, നമുക്ക് നഴ്സറികളിൽ നിന്നും പിന്നെ കൃഷി സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടും. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ കൊക്കോപീറ്റിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്ന 1 കിലോ, 5 കിലോ, 10 കിലോ ആ കണക്കിനായിരിക്കും അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ എന്താണ് ഈ കൊക്കോപീറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്നുള്ളത് നോക്കാം കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. ഭാരം തീരെ കുറവായത് കാരണം നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കുമ്പോൾ ഗ്രോ ബാഗിന് മൊത്തത്തിൽ വെയിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്കിത് കയറ്റാനും ഇറക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഹോൾഡ് ചെയ്യും. അതായത് നമ്മളിപ്പം എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ആഴ്ചയിൽ 1-2 ദിവസം ഒഴിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വായുസഞ്ചാരം ഉണ്ടാക്കും. ഈ പോട്ടി മിശ്രിതത്തിൽ നല്ല വായുസഞ്ചാരം ഉണ്ടാവും. അപ്പം മണ്ണ് കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെടികളുടെ വേരുകൾ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതുമല്ല, നല്ല വേരോട്ടം ഉള്ളത് കൊണ്ട് തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും ബാധിക്കാതെ നമുക്ക് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വേര് ചീയൽ പോലെയുള്ള മണ്ണിൽ വെള്ളം നിന്നിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റും നമ്മുടെ പോട്ടി മിക്സിൽ കൊക്കോപീറ്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മണ്ണിന് പകരം നമുക്ക് ഈ കൊക്കോപീറ്റ് മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കൊക്കോപീറ്റ് മാത്രം ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം, ചില ചെടികൾക്ക് അത് പറ്റില്ല. അപ്പം എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഹൈഡ്രോപോണിക്സ് ചെയ്യുന്ന ചെടികൾ, ഇപ്പോൾ ലെറ്റ്യൂസ്, ക്യാബേജ് അതുപോലെയുള്ള ചെടികൾ നമുക്ക് സുഖമായിട്ട് ഈ കൊക്കോപീറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതേസമയം നീർവാർച്ച സൗകര്യം ആവശ്യമുള്ള ഉള്ളി പോലെയുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊക്കോപീറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അവിടെ നമ്മൾ മണലും മണ്ണും എല്ലാം ഈ കൊക്കോപീറ്റിൻ്റെ കൂടെ ചേർത്തതിന് ശേഷം മാത്രമേ ചെടികൾ നടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. വിത്ത് പാകി മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊക്കോപീറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എവിടെയാണ് കൊക്കോപീറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് നടുന്ന ചട്ടികളിലാണ്. അപ്പോൾ അങ്ങനെ കാര്യം ഇൻഡോർ പ്ലാന്റ്സ് മിക്കതും വെള്ളത്തിൽ നിൽക്കുന്ന ചെടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക് വെള്ളം കുറച്ച് കൂടുതലായിട്ട് അതിൽ പിടിച്ച് നിന്നാലും പ്രശ്നമില്ല, അതിന് വേര് ചെയ്യലൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ നടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊക്കോപീറ്റ് മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഇനിയൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ ചകിരിച്ചോറ് കഴുകിയിട്ടാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പം ഞാൻ 5-6 വർഷമായിട്ട് കഴുകാത്ത, അതായത് വെള്ളം മാത്രം ചേർത്ത് കുതിർത്തെടുത്തിട്ടുള്ള കൊക്കോപീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ചെടികൾ നടാൻ വേണ്ടിയിട്ട്. എനിക്ക് നെഗറ്റീവായിട്ടൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെയാണ് ചെടികൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ട് കഴുകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കഴുകിയിട്ട് ഉപയോഗിക്കാം. എക്സ്ട്രാ ജോലി ചെയ്യണമെന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. അപ്പം കഴുകണത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ മിനറൽസോ ന്യൂട്രിയൻസോ ഒന്നും കൊക്കോപീറ്റിലില്ല. അതുകൊണ്ട് തന്നെ ഒന്നും വാഷ് ഔട്ടായി പോകാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട്
കൊക്കോപീറ്റ് കഴുകിയിട്ട് ഉപയോഗിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് എനിക്കിന്ന് വരെ തോന്നിയിട്ടില്ല കേട്ടോ. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഇത് 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ ബ്ലോക്ക്, നമ്മൾ വാങ്ങിച്ച ബ്ലോക്ക് മൊത്തത്തിൽ ബക്കറ്റിലോ ഡ്രമ്മിലോ എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനൊന്ന് കുതിർത്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടല്ലോ, കൊക്കോപീറ്റ്, അത് മാത്രം നമ്മൾ ഇതിൽ നിന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനെ കുതിർത്തെടുത്തിട്ട് അത് പോട്ടി മിക്സിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും തയ്യാറാക്കാം. അപ്പം നേരത്തെ പറഞ്ഞ രീതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബ്ലോക്ക് മൊത്തത്തിൽ നമ്മൾ കുതിർത്തിട്ട് ചകിരിച്ചോറ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജിന് ഉള്ള സ്പേസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് പ്രശ്നമില്ല. അതേസമയം ഇപ്പോൾ എന്നെപ്പോലെ അധികം സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്ക് മൊത്തവും കുതിർത്തെടുക്കുമ്പോഴത്തേക്കും ഒരു വലിയ ചാക്കിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും കൊക്കോപീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കൊക്കോപീറ്റ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 ദിവസം തണലത്തിട്ട് ഉണക്കിയിട്ട് അതിന് ചാക്കിൽ കെട്ടി വെക്കുക ചെയ്യണത്. അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സൗകര്യമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മൊത്തത്തിൽ കുതിർത്ത് അങ്ങനെ കെട്ടി വയ്ക്കാൻ പ്രശ്നമില്ല. അത് തന്നെയാണ് ഒരു കണക്കിനൊക്കെ നല്ലത്. കാര്യം ഒരൊറ്റ ദിവസം കൊണ്ട് പരിപാടി കഴിയും. മറ്റേത് ഓരോ പ്രാവശ്യവും നമ്മൾ ഇതിൽ നിന്ന് മുറിച്ചെടുത്ത് വെള്ളം നനച്ച് കുതിർത്ത് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു പണി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മൊത്തത്തിൽ നനച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ സാധാരണ കുറേശ്ശെ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുക കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ പച്ചക്കറി തൈകൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ നമ്മൾ മണ്ണെടുക്കുന്നത്, ഇപ്പോൾ 1 ബക്കറ്റ് മണ്ണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 ബക്കറ്റ് കൊക്കോപീറ്റ് എടുക്കുക. അതായത് നനഞ്ഞ് നമ്മൾ കുതിർത്ത് വെച്ച കൊക്കോപീറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ എത്രയാണോ നമ്മൾ കൊക്കോപീറ്റ് എടുത്തത് അതേ അളവ് തന്നെ കമ്പോസ്റ്റും ചേർക്കുക. പിന്നെ ഒരു പകുതി, അതായത് കമ്പോസ്റ്റിൻ്റെ പകുതി മണലും ചേർക്കുക. ഇങ്ങനെ നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടാനും അതുപോലെ തന്നെ ഡ്രെയിനേജ് സൗകര്യം ഉറപ്പുവരുത്താനും എയറേഷൻ വായുസഞ്ചാരം ഉറപ്പുവരുത്താനും ഒക്കെ നമുക്ക് സാധിക്കും. കുതിർന്ന കൊക്കോപീറ്റ് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ പൊതയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യുക വഴി നമുക്ക് ജലനഷ്ടം തടയാൻ പറ്റും. പിന്നൊന്ന് കള മുളച്ച് വരുന്നതും തടയാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യത്തിന് നമുക്ക് കുതിർന്ന കൊക്കോപീറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേറെ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന്. അതുപോലെ തന്നെ കമ്പ് മുറിച്ച് നട്ട് വളർത്തുന്ന ചെടികളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം കമ്പ് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊക്കോപീറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് മുല്ല, റോസ, ബൊഗെയിൻവില്ല പോലുള്ള ചെടികൾ. കൊക്കോപീറ്റിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.